എന്റെ പരാതി ഇതെന്താണ് താങ്കൾ ഒന്ന് കാണിച്ചു തരും? ഇതെന്താ സംഭവം? പരാതി അടിസ്ഥാന രേഖ. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത പരാതി അടിസ്ഥാന CPM പ്രവർത്തകരാണ് താങ്കൾ ആക്രമിച്ചത്? അതെ അതെ. താങ്കൾ ആക്രമിച്ചു? അതെ അതെ. CPM പ്രവർത്തകർ? അതെ അതെ. എവിടെ വെച്ച്? ഇത് താങ്കളാണോ? അതെ അതെ. കണ്ണവം പോലീസ് ഗ്രേഡ് SI-യുടെ ഫോട്ടോഷൂട്ട്. ഇത് വ്യാജമെന്നല്ലേ? ഇത് വ്യാജ അല്ല, ഇത് വ്യാജമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെ അതെ. SIT-ൽ ഉണ്ടായിരുന്നു ബഷീർ VP. ആ പദവിയിൽ നിന്നാണ് വിരമിച്ചത്? അല്ല അല്ല അല്ല, അവിടുന്ന് ഞാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഏതാ സ്റ്റേഷൻ അവസാനം ജോലി ചെയ്തത്? കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 2023. താങ്കൾ എന്താണ് പരാതി? എന്താണ് ഈ ഫോട്ടോയ്ക്ക് ആധാരമായ സംഭവം? എന്താ ഇതെന്താണ് സംഭവം? ഈ പറയുന്ന പരാതി ഇതെന്റെ വൈഫ് കൊടുത്ത പരാതിയാണ്. താങ്കൾ മർദ്ദിച്ചോ? ഓരോ ഫയലും ഒരുപാട് ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ 21 മുതൽ ഈ സാജിദ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമായിട്ടില്ല. താങ്കൾ മർദ്ദിച്ചോ? മർദ്ദിക്കാണ്ട് അങ്ങനെ ഫോട്ടോ വരില്ലല്ലോ. ഞാൻ ചായ കഴിച്ചോട്ടെ? പരാതി എന്താണെന്ന് ഹാജരാക്കി തരാം. താങ്കൾ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മാധ്യമ അല്ല, ഇവിടെയെല്ലാം പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് വന്നത്. അല്ല, താങ്കൾ മാധ്യമപ്രവർത്തകനാകത്തേക്ക് കയറിയെന്നാണ് പറയുന്നത്. അല്ല, എന്നെ ഞാൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. നിർബന്ധപൂർവ്വം എന്നെ അവിടത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. യൂണിഫോം ഇട്ട ഒരാള്. ഞാൻ പേര് നോക്കിയില്ല. മാധ്യമ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആ പേര് ദുരുപയോഗം ചെയ്യുകയും അവിടെ വന്നിങ്ങനെ പരാതി ഉന്നയിച്ചത് ശരിയാണ്? ഒരു ഇസ്മ എന്ന് പറഞ്ഞ ഓൺലൈൻ ഗൾഫിൽ ഒരു ഇതുണ്ട്. ചടങ്ങ് അലങ്കോലപ്പെടുന്ന തരത്തിലേക്ക് മാറിയില്ലേ? ആ ഉദ്ദേശത്തോടെയാണോ അങ്ങനെ? അല്ലല്ല, അയ്യോ അതല്ല. പിന്നെ എന്തുകൊണ്ടാണ് അല്ല, ഞാൻ ഈ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിസിറ്റേഴ്സ് റൂമിൽ ഇരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളൊന്ന് ആ പരാതി എന്താണെന്ന് വിശദമാക്കും. താങ്കൾ ഇപ്പോഴും താങ്കളുടെ പരാതി കൂട്ടം പരാതിയുണ്ട്. താങ്കൾ എന്താണ് പരാതി എന്ന് പറയുന്നത്? എന്തിനാണ് താങ്കളുടെ പുതിയ പോലീസ് മേധാവി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ പെരുമാറിയത്? ആ വിഷയം ഒന്ന് പറയാമോ? പരാതി ചായ കഴിച്ചിട്ട് പറഞ്ഞുതരാം. പേര് ദുരുപയോഗം ചെയ്തു. ആ പരാതി പറഞ്ഞാൽ, കാരണം എല്ലാവരും ഇത് കാണുകയാണ്. അവിടെ നിങ്ങൾ ഈ പരാതി ഉന്നയിക്കും, അത് തത്സമയം സംരക്ഷിക്കപ്പെടും. ഇതും കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഈ 30 വർഷം അനുഭവിച്ച ദുരിതം എന്താണെന്ന് മാധ്യമങ്ങളോട് പറയാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, അദ്ദേഹം പറയുന്നത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഭാര്യയാണ് പരാതി നൽകിയത്, എന്തെങ്കിലും ഒന്നില്ലാതെ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇത്ര തിടുക്കപ്പെട്ട് അദ്ദേഹത്തെ കാണാനായി വരില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കയ്യിലുള്ള പരാതികളിൽ, ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? മൂത്തി, ഈ വ്യക്തി കണ്ണൂരിൽ നിന്ന് വന്നതാണ്. സംസ്ഥാന പോലീസ് മേധാവിയെ കാണാൻ വന്നതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും കാരണം സംബന്ധിച്ച് അവ്യക്തമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുതി തയ്യാറാക്കിയ കുറേയധികം പരാതികളും വലിയൊരു ഫയലുമുണ്ട്. ആ ഫയലിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വാർത്താസമ്മേളനം നടത്തി കൂടുതൽ പറയാം എന്നാണ് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അതിക്രമം തനിക്കെതിരെ ഉണ്ടായി, നീതിനിഷേധം ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു പേപ്പർ കട്ടിങ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണോ? പോലീസ് സേനയിൽ ഉണ്ടായിരുന്നു? സർവീസിൽ ഉണ്ടായി. കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഗ്രേഡ് SI ആയിരുന്നു. അതിനുശേഷം കണ്ണൂർ എയർപോർട്ടിൽ ജോലി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കയ്യിൽ പെൻഷൻ കാർഡ് ഉണ്ട്, പെൻഷൻ കാർഡുമുണ്ട്. ആ കാർഡ് കാണിച്ചാണെന്ന് തോന്നുന്നു ഈ ഇതിലേക്ക് പോലീസ് ആസ്ഥാനത്തേക്ക് അദ്ദേഹം പറയുന്നത്. പോലീസ് മേധാവിയെ കാണാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനാണ് തന്നെ ഈ മാധ്യമപ്രവർത്തകർ ഈ വാർത്താസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റിവിട്ടത് എന്നാണ്. മോത്തി, കേൾക്കാൻ കഴിയുന്നില്ലേ? കേൾക്കാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പോലീസ് മേധാവിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയതെന്നാണ്.
അതിനുശേഷം വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് മുകളിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് താൻ ആ മാധ്യമപ്രവർത്തകർ ഇരുന്ന മുറിയിലേക്ക് വന്നതെന്നാണ്. എന്നാൽ പെട്ടെന്ന് ചോദ്യവുമായി കടന്നു വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനും ഒരു മാധ്യമപ്രവർത്തകനാണ്, ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വാരികയുടെയോ ഓൺലൈൻ മീഡിയയുടെയോ മറ്റോ പ്രതിനിധിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. ഏതായാലും അവ്യക്തമായ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനം വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പോലീസുകാരനായിരുന്നു, റിട്ടയർ ചെയ്തു. തനിക്ക് നേരെ അതിക്രമം ഉണ്ടായി. പറയാനുള്ളത് പറയുമെന്ന് തന്നെ കരുതാം. അനന്തൻ എന്താണ് എന്നതിൽ ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്.